എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം: പട്ടിയിൽ നിന്ന് 6 കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഇതിലെ മുൻഭാഗങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. സിംഹാദേഹം ബകാദേഹം എന്നുള്ളതായ ശ്ലോകത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അത് നമുക്ക് കാണാം 6 കാര്യങ്ങൾ നായയിൽ നിന്ന് നമ്മൾ പഠിക്കുവാനുണ്ട് എന്നുള്ളത്. ഏതൊക്കെയാണ് 6 കാര്യങ്ങൾ? ബഹ്വാശി സ്വൽപസന്തുഷ്ട സുനിദ്രോ ലഘുചേതന സ്വാമിഭക്തി ച ശൂരത്വം ഷഡേതേ ശ്വാനതോ ഗുണാഃ. ധാരാളം ഭക്ഷണം കൊടുത്താലും കുറച്ച് ഭക്ഷണം കൊടുത്താലും നായ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. അത് ധാരാളം കൊടുത്താലും കുറച്ച് കൊടുത്താലും അതിന് സന്തോഷം മാത്രമാണ് കാണുവാൻ വേണ്ടി സാധിക്കുക. പിന്നെ സുനിദ്രോ ലഘുചേതന, നന്നായിട്ട് ഉറങ്ങുന്നുണ്ടാവും, പക്ഷേ ചെറിയൊരു അനക്കം കേട്ടാൽ അപ്പോൾ അത് ഉണരും. പിന്നെന്താ? സ്വാമിഭക്തി, യജമാനഭക്തി പട്ടികളിൽ നമുക്ക് കൂടുതലായിട്ട് കാണുവാൻ വേണ്ടി സാധിക്കും. ശൂരവീര പരാക്രമങ്ങൾക്ക് യാതൊരു കുറവും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യർക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു ജീവിയാണ് നായ. യജമാന ഭക്തി ആ നായയിൽ കൂടെ ഏറെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. പാണ്ഡവന്മാരുടെ കാലഘട്ടത്തിൽ അവരെ രക്ഷപ്പെടുത്താനായിട്ട് മഹാപ്രസ്ഥാന സമയത്ത് ആ പാണ്ഡവരൊക്കെ ഓരോരുത്തരായിട്ട് മരിച്ചു വീണപ്പോഴും അവരുടെ കൂടെ ഒരു നായ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കഥ നമുക്ക് മഹാഭാരതത്തിൽ കാണുവാൻ വേണ്ടി സാധിക്കും. പിന്നെ ഈ നായയിൽ നിന്ന് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. വളരെ ഭക്ഷിക്കും, അല്പമാണെങ്കിലും ഖേദമില്ല, എത്ര ഉറക്കമാണെങ്കിലും ചെറിയ ശബ്ദം കേട്ടാലും ഉണരും, യജമാന ഭക്തി, ശൂരത്വം, ഇവ കാര്യങ്ങളെല്ലാം നമ്മൾ നായയെ കണ്ട് പഠിക്കണം എന്നാണ് പറയുക. ജീവിതത്തിൽ ഏറെ ഗുണകരമാകുന്നതായ ചില ശ്ലോകങ്ങളാണ്, ചില നീതിസാര ശ്ലോകങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. പരമാവധി മറ്റുള്ളവരിലേക്കും നമ്മളിത് പകർത്തുക, പറ്റാവുന്നവരൊക്കെ ഷെയർ ചെയ്യുക, ഇതിൻ്റെ വ്യാപ്തി കൂട്ടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സുഭാഷിതം ആരംഭിച്ചിട്ടുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.